നിത്യകല്യാണി, ശവന്നാറി, വിങ്ക അങ്ങനെ ഒരുപാട് പേരിതാ ഈ ഒരു പ്ലാന്റിലുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് കളക്ഷൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വിത്തുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മുടെ കഴിഞ്ഞ മഴയ്ക്ക് ദാ ഇതുപോലെ ഡിസ്പോസൽ ഗ്ലാസ്സിലിരുന്ന് തന്നെ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് രക്ഷപ്പെട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം പൊടിച്ചു തുടങ്ങിയ വിത്ത് നമ്മൾ മണ്ണിലിട്ടൊന്ന് മിക്സൊക്കെ ആക്കി വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ മുളയൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചതാണ് നമ്മൾ വെറുതെ മണ്ണ് മാത്രം പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ വിത്ത് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. KKPP. ഇനി നമ്മുടെ കയ്യിലത് 2 വിങ്ക പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 സെയിം കളറാണ് പൂ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടിനെയും കൂടെ നമുക്ക് ഒറ്റ പോട്ടിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ആദ്യം ഇതിൻ്റെ പോട്ടിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പോട്ടിന് നമ്മുടെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടി ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നിർബന്ധമാണല്ലോ. പിന്നെ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. ഇത് നന്നായിട്ട് റൂട്ട് വന്ന് സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ആ പോട്ടിൽ തിങ്ങി അതിൻ്റെ വേര് അത്ര ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് കളഞ്ഞു അതിൽ നിന്ന്. എന്നിട്ട് നമ്മളിതാ പുതിയ നമ്മുടെ ആ പോട്ടിലേക്ക് വെക്കുവാണ്. കാരണം 2 പ്ലാന്റൊക്കെ നിൽക്കുന്ന കഴിയുമ്പോൾ ഉണ്ടല്ലോ, പൂവ് നിറച്ച് പൂവായി കഴിയുമ്പം കാണാൻ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ. അത് ഏത് പ്ലാന്റാണല്ലോ നിറച്ചിങ്ങനെ പോട്ട് കാണാത്ത രീതിയിൽ പൂവായി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇനി ഒരു 1-2 തവണയും കൂടെ നമ്മളിതിൻ്റെ തലപ്പും കൂടെ ഇത് നുള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, കാണാനൊരു പ്രത്യേക ചേലായിരിക്കും. അതെന്താ ഈ ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷനില്ല. അപ്പോൾ ഈ ഒരു വിങ്ക പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണ്ടോ. അപ്പോൾ കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ കേട്ടോ.